നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. PSC റാങ്ക് ലിസ്റ്റ് തട്ടിപ്പിലെ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെ അന്വേഷണ ചുമതല വിജിലൻസ് SP-ക്ക് നൽകാൻ PSC യോഗത്തിൽ തീരുമാനം. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിലെ ഇരട്ടത്താപ്പും ഇന്റർവ്യൂവിലെ മാർക്ക് ദാനവും PSCയെ പ്രതിക്കൂട്ടിലാക്കുകയും സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയും ചെയ്തതോടെ ഗത്യന്തരമില്ലാതെയാണ് അന്വേഷണം വിജിലൻസിന് നൽകാൻ തീരുമാനിച്ചത്. യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ചെയർമാൻ MR ബൈജു ഒറ്റപ്പെട്ടു. PSCയുടെ വിശ്വാസ്യത തകർക്കും വിധത്തിൽ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നാണ് പ്രധാന വിമർശനം. അന്വേഷണം ആ നിലയിൽ തുടർന്നാൽ PSC ചെയർമാനും പ്രതിക്കൂട്ടിലായേക്കും. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജൂലൈ 10 വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ, ചിലപ്പോൾ പരമാവധി 60 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2025 ജനുവരി 17 കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ CITU ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച പ്രകടനം നടത്തിയതിന് CPM നേതാവും മുൻ MLA-യുമായ PP ചിത്തരഞ്ജന് കോടതി പിരിയും വരെ നിൽപ്പ് ശിക്ഷയും 1600 രൂപ പിഴയും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് നൽകി. CITU നേതാക്കളായ PM വാഹിദ, NK രാമചന്ദ്രൻ എന്നിവർക്കും ഇതേ ശിക്ഷ നൽകി. മൂവരും കോടതി മുറിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കുകയും പിഴ ഒടുക്കുകയും ചെയ്ത ശേഷമാണ് പുറത്തിറങ്ങിയത്. ചോദ്യപേപ്പറിൽ ചോദ്യത്തിനൊപ്പം ഉത്തരം കൂടി പ്രിന്റ് ചെയ്ത് നൽകി കേരള സർവകലാശാല. 4 വർഷ ബിരുദം 2ാം സെമസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിലാണ് 1 മാർക്കിന്റെ ചോദ്യത്തിനൊപ്പം ഉത്തരമായ വാക്കുകൂടി പ്രിന്റ് ചെയ്തത്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ പരീക്ഷാ കൺട്രോളറോട് വിശദീകരണം തേടി. ചോദ്യപേപ്പർ സൂക്ഷ്മ പരിശോധനയിൽ സംഭവിച്ച വീഴ്ചയാണിതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ഈ ചോദ്യം ഒഴിവാക്കിയാകും മൂല്യനിർണ്ണയം നടത്തുക. നഗരത്തിലെ രാത്രി വൈകി നീളുന്ന DJ പാർട്ടികൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കൊച്ചി പോലീസ് ഹൈക്കോടതിയിൽ. DJ പാർട്ടികൾക്ക് രാത്രി 11-ന് ശേഷം വിലക്കേർപ്പെടുത്തിയതിന് ചോദ്യം ചെയ്ത ഹർജിയെ എതിർത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. നിയന്ത്രണ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കടവന്ത്ര എളംകുളം റാഡിസൺ ബ്ലൂ ഹോട്ടൽ ലൈസൻസി ഉദയംപേരൂർ സ്വദേശി മഹാദേവൻ സമർപ്പിച്ച ഹർജിയിലാണ് പോലീസിന്റെ വിശദീകരണം. ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ വിശദവാദത്തിനായി 13-ലേക്ക് മാറ്റി. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തല്ലിത്തകർത്ത കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാംരാജിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിക്കാത്തതിനെ തുടർന്നാണ് ED ഇടപെടൽ. ആക്രമണത്തിൽ തകർന്ന 3 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്ന് ED കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 100-ലധികം ട്രെയിൻ സർവീസുകൾ അനുവദിച്ചതായാണ് മന്ത്രി അറിയിച്ചത്. റൂട്ടുകൾ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. ഓണത്തിനു പുറമെ ജഗന്നാഥ രഥയാത്രയ്ക്ക് 300-ലധികം പ്രത്യേക ട്രെയിനുകൾ ഒഡീഷയ്ക്ക് അനുവദിക്കുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി. 8 ക്ലാസ് റൂമുകൾക്ക് മുകളിലുള്ള റൂഫിംഗ് ഷീറ്റാണ് കാറ്റിൽ പറന്നുപോയത്. മേൽക്കൂരയുടെ ഷീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഷീറ്റുകൾ തൊട്ടടുത്ത പറമ്പിലാണ് വീണത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് സംഭവം നടന്നത്. വ്യാപകമായ നാശം സംഭവിച്ചതിനാൽ ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി വിധി ഇന്നുണ്ടായേക്കും. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ആക്രമണ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് കോടതി ദൃശ്യങ്ങൾ കണ്ടത്. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനെ പ്രതികൾ എതിർത്തിരുന്നു. വിചാരണ വേളയിലാണ് തെളിവുകൾ പരിശോധിക്കുന്നതെന്നും
കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും പ്രതികളുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. ബംഗാൾ മോഡൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി അന്വേഷണം അട്ടിമറിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നാണ് ED വാദിച്ചത്. ED ഉദ്യോഗസ്ഥരെ തടയാനായി പെട്ടെന്ന് തന്നെ 300ഓളം പേരാണ് അവിടെ തടിച്ചുകൂടിയത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ED വാദിച്ചു. കൂടാതെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും അതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും ED വ്യക്തമാക്കി. യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായ മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത തെളിയുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് ഇത്. മുമ്പ് ഈ വണ്ടി കോഴിക്കോടേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചിരുന്നെങ്കിലും കർണാടകയിലെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള എതിർപ്പിനെ തുടർന്നാണ് ഉപേക്ഷിച്ചിരുന്നത്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കായി ബൈന്ദൂർ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവ് മരട് അനീഷ് വീണ്ടും പിടിയിൽ. നെടുമ്പാശ്ശേരിക്ക് സമീപം സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെയും ഉടമയും ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. സ്പായിലെത്തി അതിക്രമം കാണിച്ച സംഭവത്തിന് ശേഷം കേരളത്തിൽ നിന്ന് മൈസൂരുവിലേക്ക് കാർ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പുതിയ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന ഏകാന്തതയും മാനസിക അസ്ഥിരതയും തടയാൻ കുടുംബത്തിനുള്ളിൽ ആശയവിനിമയം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. കുട്ടി കരയുമ്പോൾ അവനെ സമാധാനിപ്പിക്കേണ്ടത് മൊബൈൽ ഫോൺ നൽകിയല്ല, മറിച്ച് സ്നേഹപൂർവ്വമായ ആശയവിനിമയത്തിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിലെ സമർപ്പൺ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വില കുറച്ചേക്കുമെന്നാണ് സൂചന. അസംസ്കൃത എണ്ണവില നിലവിൽ നിരക്കിൽ തുടരുകയാണെങ്കിൽ അടുത്ത 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ പെട്രോൾ ഡീസൽ വിൽപ്പനയിലെ നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കാൻ കമ്പനികൾക്ക് സാധിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് മാസങ്ങളായി ഉണ്ടായ നഷ്ടത്തിന് ശേഷമാണ് എണ്ണ കമ്പനികൾ ഈ നേട്ടത്തിലേക്ക് എത്തുന്നതെങ്കിലും ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിൽപ്പനയിൽ കമ്പനികൾ ഇപ്പോഴും 500 രൂപയോളം നഷ്ടം നേരിടുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി സൈന്യം. ഇവിടെ നിന്നും വൻ ആയുധ ശേഖരം പിടികൂടി. കെരാൻ സെക്ടറിൽ നടന്ന തെരച്ചിലിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയതും ആയുധങ്ങൾ പിടിച്ചെടുത്തതും. 5 AK സീരീസ് റൈഫിളുകൾ, 9 AK മാഗസിനുകൾ, ഒരു ഹാർഡ് ഗ്രനൈഡ്, വൻതോതിലുള്ള വെടിക്കോപ്പുകൾ, മറ്റ് യുദ്ധസാമഗ്രികൾ എന്നിവ ഇവിടെ നിന്ന് കണ്ടെടുത്തതായി കരസേന അറിയിച്ചു. കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നടത്തിയതെന്നും കരസേനയുടെ ചിനാർ കോർപ്സ് അറിയിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണം സമ്പൂർണ്ണമായും സുതാര്യമാക്കാൻ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ അടിയന്തര യോഗം തീരുമാനിച്ചു. ഭരണനിർവഹണത്തിലെ വീഴ്ചയിൽ കടുത്ത വേദനയും ഖേദവും പ്രകടിപ്പിച്ച ട്രസ്റ്റ് ഭരണ സംവിധാനം പുനഃക്രമീകരിക്കുമെന്നും അറിയിച്ചു. ട്രസ്റ്റ് ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തം കൃത്യമായി നിശ്ചയിച്ച് നൽകി പ്രവർത്തനം സുഗമമാക്കും. ട്രസ്റ്റിന്റെ ഭരണസാരഥ്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ CEO ഏൽപ്പിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. ഭരണ മേൽനോട്ട സംവിധാനം ഉടച്ചുവാർക്കും. അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് യോഗം വിശദമായി പരിശോധിച്ചു. ക്ഷേത്രത്തിലുണ്ടായ വീഴ്ചയിൽ ഇടക്കാല ജനറൽ സെക്രട്ടറി കൃഷ്ണമോഹൻ, ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവഗിരി എന്നിവർ ഖേദം പ്രകടിപ്പിച്ചു. ജമ്മുകാശ്മീർ പോലീസിലെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം തിങ്കളാഴ്ച ജമ്മുവിലും നോയിഡയിലും ഒരേ സമയം തിരച്ചിൽ നടത്തി. വിഘടനവാദികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 2 വിവാദ പുസ്തകങ്ങളെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ പിടിച്ചെടുത്തു. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. അന്വേഷണം വ്യാപിപ്പിച്ചു. ജമ്മു നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലുള്ള ചന്നി ഹിമ്മത്തിലുള്ള സമഗ്ര ശിക്ഷയുടെ ആസ്ഥാനം ഒരു സംഘം റെയ്ഡ് ചെയ്തു. ഡയറക്ടറെയും മറ്റു ജീവനക്കാരെയും ചോദ്യം ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം നോയിഡയിലെ ഒരു പ്രസാധകന്റെ ഓഫീസിൽ മറ്റൊരു സംഘം റെയ്ഡ് നടത്തി. ജമ്മു ആസ്ഥാനമായുള്ള ഓബ്രോയ് ബുക്ക് സർവീസ് പ്രസിദ്ധീകരിച്ച ഹിലാൽ അഹമ്മദും സന്തോഷ് മീനയും ചേർന്ന് രചിച്ച പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി ആസ്ഥാനമായുള്ള അനുരാഗ് പ്രകാശൻ പ്രസിദ്ധീകരിച്ച ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്നീ പുസ്തകങ്ങളാണ് വിവാദത്തിലായത്. 2 പതിറ്റാണ്ടിലേറെയായി ഗാസ സ്ട്രിപ്പിന്റെ ഭരണം നിർവഹിച്ചിരുന്ന ഹമാസ് ഭരണസമിതി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. സിവിലിയൻ ഭരണം നടപ്പാക്കുന്നതിനായി ടെക്നോക്രാറ്റ് വിദഗ്ധ സമിതിക്ക് ഭരണ ചുമതല കൈമാറുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഹമാസിന്റെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്തയുടെ വിവരമനുസരിച്ച് ഗവൺമെന്റിന്റെ എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽ ഫറ രാജി സമർപ്പിച്ചതോടെയാണ് ഭരണസമിതി പിരിച്ചുവിടാനുള്ള നടപടികൾ പൂർത്തിയായത്. 2026 ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 16-ൽ
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ പുറത്താക്കി സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലെത്തിയിരിക്കുകയാണ്. 1-0 എന്ന നാടകീയ വിജയം നേടിയാണ് സ്പെയിൻ ഈ നേട്ടം കൈവരിച്ചത്. 91-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ സ്പാനിഷ് താരം മൈക്കൽ മെറീനോയുടെ ഗോളിൽ റൊണാൾഡോയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ അന്ത്യമായിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം റൊണാൾഡോ കണ്ണീരോടെയാണ് മടങ്ങിയത്. ഇത് തന്റെ അവസാന ലോകകപ്പ് ആയിരിക്കുമെന്ന് ഇതിഹാസ താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തിങ്കളാഴ്ച ചൈനയുടെ സൈന്യം ആണവ അന്തർവാഹിനിയിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ട്. ഈ വിക്ഷേപണം ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, തായ്വാൻ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക അയൽക്കാരിൽ നിന്ന് ആഴത്തിലുള്ള ആശങ്കയ്ക്കും വിമർശനത്തിനും കാരണമായി. വിക്ഷേപണത്തിന്റെ ആഗോള ട്രാക്കിങ്ങിനെ ചൈനീസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് കുറച്ചു കാണിച്ചു. ചൈനയുടെ വാർഷിക സൈനിക പരിശീലന കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു പതിവ് ക്രമീകരണമെന്നാണ് സിൻഹുവ ഈ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത്. ബീജിംഗ് നടത്തിയ അപൂർവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് ശേഷം അമേരിക്ക ചൈനയെ നിശിതമായി വിമർശിച്ചു. വിക്ഷേപണം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നതും കൂടുതൽ അതാര്യവുമായ ആണവ പദ്ധതിയെ എടുത്തു കാണിക്കുന്നുവെന്നും അമേരിക്ക പറഞ്ഞു. ജൂലൈ 4 വാഷിംഗ്ടൺ ലോകത്തിലെ ഏറ്റവും മലിനമായ പ്രധാന നഗരമായി മാറി. 8,50,000 ഷെല്ലുകളുടെ റെക്കോർഡ് ഭേദിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ ഫ്രീഡം 250 ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വമ്പിച്ച സ്വാതന്ത്ര്യദിന വെടിക്കെട്ടിന് ശേഷം വായു ഗുണനിലവാര നിരീക്ഷണ പ്ലാറ്റ്ഫോമായ IQ-Air ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. മൈക്രോസോഫ്റ്റ് വീണ്ടും ജീവനക്കാരെ പിടിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള 4,800 ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. കമ്പനിയുടെ ആഗോള ജീവനക്കാരുടെ ഏകദേശം 2.1% പ്രതിനിധീകരിക്കുന്ന ഈ നീക്കം വിശാലമായ പുനഃസംഘടന നടത്തുന്ന എക്സ്ബോക്സ് ഗെയിമിംഗ് ഡിവിഷനിൽ നിന്ന് ഗണ്യമായ വെട്ടിക്കുറവുകളും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.